ഒരാഴ്ചത്തേക്ക് ചേച്ചിയുടെ ശാസനയും ഒച്ചപ്പാടും ഒന്നും കേൾക്കണ്ടല്ലോ എന്ന് കരുതി സന്തോഷിക്കാവൂ അനിയത്തി. അങ്ങനെയൊന്നുമില്ല ചേച്ചി. പരീക്ഷയുടെ മാർക്ക് വരട്ടെ, അപ്പ കാണാം എന്റെ ശരിക്കുള്ള സ്വഭാവം. മോളെ, ഒരാഴ്ച നീ ഒറ്റയ്ക്ക്. അതൊന്നും വിഷമിക്കണ്ട, അച്ഛനില്ലേ കൂടെ, പിന്നെ നമ്മുടെ പ്രസിഡന്റും. ശരി. ഗുഡ് മോർണിംഗ് മാഡം. ഞാൻ ദേവയാനി, കാറിന്റെ ഡ്രൈവർ. കോട്ടയ്ക്കുണ്ട്, കാറിൽ വെച്ചിരിക്കുക. വാട്ട്സ് ദ ടൈം നോ? 9. നോ, 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ്, അതായത് 180 സെക്കൻഡ്സ് ലേറ്റ്. എന്റെ അങ്കിൾ പറയും ലോകത്തെ ഏറ്റവും വിലയുള്ള സാധനം സമയമാണെന്ന്. അറിയാമോ എന്റെ അങ്കിളിനെ? അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാ? അറിയില്ല. സേവ്യർ അഗസ്റ്റിൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആൻ അഗസ്റ്റിൻ എന്ന് കേട്ടിട്ടുണ്ട്. MP സേവ്യർ അഗസ്റ്റിൻ, രാജ്യസഭ MP. പിന്നെ ഞാൻ ഇത്രയും വിശദമായ കാര്യങ്ങൾ പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാ, ഈ പ്രോജക്റ്റിന്റെ ഹെഡ് ഞാനാ. അപ്പൊ ഞാനായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അകത്ത് 2 പേരും കൂടെ ഉണ്ട്. അവര് പറയുന്നതല്ല, ഞാൻ പറയുന്നത് വേണം അനുസരിക്കാൻ. മനസ്സിലായോ? എന്നാ വാ. മാഡം, ആദ്യം ഒന്ന് ചൂടായപ്പോഴേ മാഡത്തിന്റെ ഭംഗി 5 ഇരട്ടിയായി. സിനിമാ നടി തൃഷയുടെ അതേ കട്ട്. മീരാമാമൻ എന്നാണ് പേരെങ്കിലും തൃശ്ശെന്ന് ചിലരൊക്കെ വിളിക്കും. അയ്യടാ, കണ്ടാലും മതി ഒരു തൃശ്ശ. അയ്യോ, എന്തു പറ്റി? ദേഹം കോച്ചതാണോ? എക്സസൈസ് ആണെന്നാ പറയുന്നേ. ഓ, ഇതാണോ ഡ്രൈവർ? നിന്റെ പേരെന്താ? ദേവയാനി. ഞാൻ രൂപാപിള്ള. പക്ഷെ കണ്ട പൈസ പിള്ളാന്നേ പറയൂ അല്ലേ? ശ്രദ്ധ. ഇനിയുണ്ടോ? രൂപ വാ, നമുക്ക് ഇറങ്ങാം. ആ സമയായി. ഓ, ഗിവ് മീ 2 minutes. പാട്ട് പാടുക. ഓ പിക്ക്. പാവം. ആ ഡ്രൈവർ, സാധനങ്ങളൊക്കെ എടുത്തോളൂ. അല്ല, ഇത് മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക്. നിങ്ങളൊക്കെ കൂടെ ഒന്ന് സഹായിച്ചാൽ നമുക്ക്. അയ്യോ വേണ്ട വേണ്ട, സോറി, നിങ്ങളെ കൊണ്ട് ഇത് പറ്റത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇത് എടുക്കണം എന്നല്ലേ? ആ ശരി, ഞാൻ എടുത്തോളാം. ഒരു സെൽഫി. ഫ്രാൻസി ഫ്രാൻസി ഓടി വാ. പിടിച്ചോ. ഇത് പിടിക്കേ. ഏയ് രൂപ, ശ്രദ്ധ, ദേ നോക്ക്. അവിടെ പെട്ടെന്നെല്ലാം കാണും. കേറുന്നില്ലേ? ഇതാണോ കാറ്? ആ അതെ. വാട്ട്? ഈ പാട്ടപ്പെട്ടിയിലാണോ ഞങ്ങൾ ട്രാവൽ ചെയ്യണ്ടേ? എന്റെ കാറിന് വല്ലതും പറഞ്ഞുണ്ടല്ലോ. അങ്കിൾ MP ആയാലും ശരി, MLA ആയാലും ശരി. എന്താ മോളെ, എന്താ പ്രശ്നം? താനാ ഈ കാർ ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിയ. ഈ റിസോർട്ട് ഞാൻ പൂട്ടിക്കും. എന്റെ അങ്കിൾ ആരാണെന്ന് അറിയോ തനിക്ക്? എന്റെ അച്ഛൻ ആരാന്നറിയോ നിങ്ങൾക്ക്? ഇതാ നോക്കിയേ, കണ്ണ് തുറന്നു നോക്ക്. കണ്ടല്ലോ, എന്റെ അച്ഛനും ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ അടുത്ത ആളായിരുന്നു ദേവുവിന്റെ അച്ഛൻ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ടേ പപ്പേട്ട. പത്രക്കട്ടിങ്ങും CD വണ്ടിയിലിരിപ്പുണ്ട്, കാണിച്ചു തരാം. വേണ്ട മോളെ, വേണ്ട. എന്നാ വേണ്ട. മാഡം, ഞാൻ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാ ദേവുവിന്റെ കാർ തന്നെ അറേഞ്ച് ചെയ്തത്. ഒന്നാമത് ബെഞ്ചാപുരയിലെ മുക്കും മൂലയും ഇവർക്ക് പച്ചവെള്ളവാ. പിന്നെ പ്രൊട്ടക്ഷൻ. ഈ ബോർഡർ ഏരിയ ഇച്ചിരി പ്രശ്ന സ്ഥലമാണ്. നിങ്ങൾ 3 പെണ്ണുങ്ങൾ പരിചയമില്ലാത്ത ആണുങ്ങൾ ഓടിക്കുന്ന വണ്ടി പോവാന്ന് വെച്ചാൽ അത് റിസ്ക്കാ. 2 ആഴ്ച മുമ്പ് സോനാമ്പാറയ്ക്ക് ടൂറ് പോയ 4 പെൺപിള്ളേര് എന്തായി? 2 എണ്ണത്തിന്റെ ഡെഡ് ബോഡിയല്ലേ കിട്ടിയത്?
വെള്ളത്തിൽ വീണൊന്നുമല്ല, റേപ്പ്. അത് തന്നെ. ആലോചിക്കാനൊന്നും ഇല്ലാന്നേ. നമുക്കൊന്ന് അടിച്ചു പൊളിച്ചൊക്കെ പോയി വരാന്നേ. ദാ ഇങ്ങോട്ട് കേറിക്കോളൂ. മാഡം അല്ലേ ഹെഡ്, മുന്നിൽ തന്നെ ഇരുന്നോളൂ. വാ കേറ് മാഡം. മാഡം ഇപ്പൊ എന്നോട് ചൂടായപ്പോ നയൻതാരെ പോലെയായിട്ട് എനിക്ക് തോന്നി. ചിലരൊക്കെ എന്നെ നയൻതാരെന്നും വിളിക്കും. ശരിക്കും നയൻതാര എങ്ങാനിത് അറിഞ്ഞ ഈ തള്ളനെ ഗുണ്ടകളെ വിട്ട് തല്ലിക്കും. പോവാ മാഡം. എന്താ ബാറ്ററി ഡൗൺ ആണോ? ഏയ് ഇതിന്റെ ഒരു രീതി അങ്ങനെയാ. പിന്നെ ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആവുന്നത് ഐശ്വര്യക്കേടല്ലേ. സ്റ്റാർട്ട് ആയി പോവാ. ഈ മീശയുടെ സൈഡില് രണ്ടു രോമങ്ങൾ പൊങ്ങി നിൽക്കുന്നു. ഒന്ന് ട്രിം ചെയ്തേ. ഒരു പോലീസ് ഓഫീസർക്ക് ആവശ്യം മീശ, തലയല്ല. തല കണ്ടി ലോകത്ത് ആരെങ്കിലും പേടിച്ചിട്ടുണ്ടോ? ഇല്ല സാർ, തലയുള്ളവർക്ക് മീശ വേണ്ടല്ലോ. കറക്റ്റ് കറക്റ്റ്. സാർ ഇന്ന് പെട്ടത് തന്നെ. എന്താടാ, നിനക്ക് മരിക്കണമെന്ന് അത്ര ആഗ്രഹമുണ്ടോ? നീ ഞങ്ങളെ പറ്റി എഴുതാറായോ? നോക്കിയേ, ഞാൻ എന്റെ ബോസ് പറഞ്ഞ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതേ ചെയ്യൂ. എടാ നീയാ, ഞങ്ങളും ഞങ്ങളുടെ ജോലിയാ ചെയ്തത്. നീ എത്താ ബാഗ് താടാ, ബാഗ് തന്നിട്ട് സംസാരിക്കണം. ഓടടാ, ഓടിക്കളിച്ചതൊക്കെ മതിയായില്ലേ നിനക്ക്? ബാഗ് താടാ, ബാഗ് എനിക്ക് താടാ. എന്തിനാ? സ്കൂളിൽ പോവാനാ? എടാ നീയാ, ഓവറായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ബാഗ് കഴിക്കേ, വാടാ. പറ്റില്ല.
അടുത്ത പ്രാവശ്യം ഈ ജേർണലിസ്റ്റിനോട് കളിക്കുമ്പോ നോക്കി കളിക്കണം.